അങ്ങനെ ഇന്നാണ് ഞാൻ പറഞ്ഞ കല്യാണം ഉള്ളത് കേട്ടോ. അപ്പം നെജ്മലിനെ സ്കൂളിലൊക്കെ വിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഒരു 10:15 10:30 ആയപ്പോഴത്തേന്. അപ്പോൾ യസ്മി നേരെ ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ടിൽ ചെന്ന് വാപ്പായെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വാപ്പായ, ഇതെൻ്റെ ഇത്തിത്ത. ബാക്കിൽ നിൽക്കുന്നത് ഇത്താടെ മോളും എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ പെണ്ണിനെ കൊണ്ടുവന്ന ഈ സംഭവത്തിൻ്റെ അടുത്ത് നിന്നും പിന്നെ ഈ സ്റ്റേജിൽ കയറണമെന്നൊക്കെ പറഞ്ഞ് യസ്മി ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പെണ്ണിനെ ഒന്നും കൊണ്ടിരുത്താഞ്ഞുകൊണ്ട് ഞാൻ കയറ്റാൻ പോയില്ല. കാരണം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവെല്ലാം പിച്ചെടുത്തോണ്ട് യസ്മി ഇറങ്ങി വരത്തുള്ളൂ. അങ്ങനെ ദാണ്ട് പെണ്ണ് വന്നു. കല്യാണം തകൃതിയായിട്ട് നടന്നപ്പോഴത്തേന് എൻ്റെ രാജകുമാരി എന്നെ കണ്ണിറുക്കി കാണിപ്പും ഡാൻസ് കളിയൊക്കെ തുടങ്ങി. എന്തിനാണെന്നറിയാവോ? ഐസ്ക്രീം തിന്നാൻ പോകാൻ. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഐസ്ക്രീമും തണ്ണിമത്തങ്ങയാണ് എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങൾ. അങ്ങനെ പിന്നെ ചെക്കനും പെണ്ണും നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ചെക്കൻ പള്ളിയിൽ നിന്ന് വന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ താലിയൊക്കെ ഇടുന്ന സമയം ഞങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഇരുന്നു കുറേ നേരം മാലയൊക്കെ ഇടുന്ന നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാന്ന്. അങ്ങനെ ഞാനും ഉക്കായും പിള്ളേരും വാപ്പായും ഉമ്മായും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ പോയത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. കാരണം ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട് സലാഡും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ അധികം കഴിച്ചു, ചോറ് കുറച്ചും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് യസ്മിയുടെ ഐസ്ക്രീം കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 മണിയായപ്പോൾ വീട്ടിൽ വന്നു. പിന്നെ ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ്. നെജ്മലിനെയും കൊണ്ട് പോവുക അടുക്കള കാണാനായിട്ട്. അപ്പോൾ ചെറുക്കൻ്റെ വീട് എടമുളക്കലും പെണ്ണിൻ്റെ വീട് അഞ്ചലുമാണ്. അങ്ങനെ ഞങ്ങൾ അഞ്ചലിന് എടമുളക്കിലോട്ട് പോവുക. അങ്ങനെ അവിടെ ചെന്ന് ചെക്കനെയൊക്കെ കണ്ട് വീടൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡടി തന്നെയാണല്ലോ കല്യാണത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.